മക്കളുടെ ഭ്രാന്താണേ. അവർക്ക് വൈകുന്നേരം ആയപ്പോഴേ എന്തെങ്കിലും കഴിക്കണം, പുറത്ത് പോകണം, മഴയല്ലേ, പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കരിമ്പുഴയിലും നമ്മുടെ കുട്ടിലക്കടവ് പാലത്തുമ്പന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ പുഴയിൽ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഓരോ ചായ. കരിമ്പുഴ കുട്ടിലക്കടവ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തുള്ള പാലങ്ങളാണ് കേട്ടോ. കരിമ്പുഴ പാലം ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും കരിമ്പുഴ പഞ്ചായത്തിനെയും ഇടയിലുള്ള രണ്ടിന്റെയും അതിർത്തിയാണ് ഈ കരിമ്പുഴ പാലം. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്ക് കെട്ടിയിട്ട് 2 കിലോമീറ്റർ പോയാൽ കുട്ടിലക്കടവ് പാലം. ഈ രണ്ടും കൂടി നല്ല പോലെ വെള്ളം വരുന്നുണ്ട്, 2 കരയും മുട്ടി വെള്ളം വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ പോയപ്പോ കണ്ടാണ്. എന്തായാലും മക്കളെയും കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഓരോ ചായ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു. നിങ്ങളെ പോയി വൈകുന്നേരം ആയാലും പിന്നെ മക്കളൊരു തൊഴിലും തരില്ല. മാമ പുറത്തു പോവാ, ഉപ്പ പുറത്തു പോകാമെന്നും പറഞ്ഞു. അങ്ങനെ സഹി കെട്ട് മക്കളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് അങ്ങ് കയറാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് കേട്ടോ. അപ്പോൾ അത്രയും വണ്ടികളാണ് ഇപ്പോൾ റോട്ടിൽ. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെ പരിപാടിയിട്ട് ഇവരും കൂടെ പുറത്ത് കൂടുതൽ കറക്കും. ഞാൻ പോയാൽ ഇവരെന്താ ചെയ്യണോ. ഇതാ കാണാനാണ് കേട്ടോ ബാപ്പുജി പാർക്ക്. മഴ കൊണ്ട് അധികം ആളുകളൊന്നും അകത്ത് കയറുന്നില്ല. പാർക്കിൽ പോകാന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ ആദ്യം തുടങ്ങിയത് കരച്ചിൽ. ഇമാതിരി മഴയത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മുതലാവില്ല. കരിമ്പുഴ പാലം എത്തിയിട്ടോ. നല്ല പോലെ വെള്ളം വരുന്നുണ്ട്, കാണാൻ നല്ലൊരു ഭംഗി. അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റില്ല, വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇറങ്ങി നിൽക്കൽ ഭയങ്കര ടാസ്ക്. അതുകൊണ്ട് തന്നെ പാലത്തുമ്പോൾ കൂടെ വണ്ടി കുറച്ച് സ്ലോ ആക്കിയിട്ട് മക്കളോട് പറഞ്ഞു, ഇതാ നോക്കിക്കോളി, ഇതാ കാണുന്നതാണ് കരിമ്പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കരിമ്പുഴ സെന്റർ എത്തി. അവിടുന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു. കൂട്ടിലക്കടവ് പാലം കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത് കേട്ടോ. കരിമ്പുഴ തെരുവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആണ്. കരിമ്പുഴ നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേരുകേട്ട സ്ഥലം. 3-4 വർഷം മുന്നേ എല്ലായിടത്തും വെള്ളം കയറിയ സമയത്ത് എവിടെയും വെള്ളം കയറിയിരുന്നു കേട്ടോ. ഈ റോട്ടിലൂടെ തോണി ഇറക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോയിരുന്നത്. എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റോഡിലൂടെ അത്രയും വെള്ളം കയറിയത് ഞാൻ കാണുന്നത്. പുഴയും റോഡും അടുത്തടുത്താണെങ്കിലും റോഡ് കുറച്ച് ഹൈറ്റ് കൂടുതലാവുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വെള്ളം കയറാറില്ല. ഈ മില്ലിലെ മരങ്ങളൊക്കെ ഒരുപാട് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു പുഴയിൽ കൂടെ. അന്നാ ഒലിച്ചു പോയ മരങ്ങളൊക്കെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കരിമ്പുഴയിലെ ശ്രീരാമക്ഷേത്രം. ഒരു പ്രത്യേക വൈബാട്ടോ. ഇതിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടൊക്കെ കേട്ടിട്ട് ഇതിന്റെ മുന്നിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മളിപ്പോ പോണത് കരിമ്പുഴ തെരുവ് കൂടെ ഉണ്ടോ. തെരുവ് എന്ന് പറഞ്ഞാല് നെയ്ത്ത് ഗ്രാമങ്ങളില്ലേ, തുണി നെയ്തുണ്ടാക്കിയിട്ട് വിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതാണ് നെയ്തിട്ട് വിൽക്കുന്ന ഏരിയയാണ് ഇത് കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും മറ്റേ ചർക്കയും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഇപ്പോഴും അത് സ്വന്തമായിട്ട് കൈത്തറിയായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കടകളാണ് കേട്ടോ. ചെറിയ ചെറിയ എല്ലാ വീടിന്റെയും മുന്നില് ഈ കൈത്തറികൾ വെക്കുന്ന കടകളുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചെറിയ കടകളായിരുന്നു, ഇപ്പൊ നല്ല സെറ്റപ്പ് വലിയ കടകളാണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ വീട്ടിൽ കാണാം. ഓണം വിഷു ഒക്കെ ആയി കഴിഞ്ഞാലേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നല്ല പേരുള്ള സ്ഥലമാണ് കരിമ്പുഴ നെയ്ത്ത് കേന്ദ്രം എന്ന് പറഞ്ഞാല് അറിയും, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയും. അതൊക്കെ അതിന്റെ വലിയ കടകളാണ്. ഇതൊരു കട, അവിടെ ഉണ്ട് ഒരു കട. ചെറിയൊരു ഗ്രാമം പോലെ ഒരു സ്ഥലമായിരുന്നു. അതിപ്പോ ഇതുപോലെ അത്യാവശ്യം കുറെ കടകൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വലിയൊരു സെന്റർ വരെ നോക്കടി 1.5 കൊല്ലം കൊണ്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നല്ല വീടുകളൊക്കെ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിന് ഇത്ര വലിയ മാറ്റം കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. 1.5 വർഷം മുന്നേ ഞാൻ ഇതിനെ പാസ് ചെയ്യുമ്പോൾ ഇത്രയും കടകൾ ഇവിടെ ഇല്ല. ഇപ്പൊ ശരിക്കും ഷോപ്പുകളായിട്ടോ. ഫുൾ ഹാൻഡ്ലൂംസ് ആണ് കേട്ടോ. നമ്മളെ കൈത്തറി ഡ്രസ്സുകളാണ് അവിടെ വിൽക്കുന്നത് മുഴുവൻ. സീസൺ ടൈമിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പാലക്കാട് ജില്ലയുടെ പുറത്തുനിന്ന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അഷിമോള് ശരിക്കും ആസ്വദിക്കുകയാണ് ചെറിയ മഴച്ചാറ്റിൽ. ഇന്നിപ്പോ പനി വന്നതായിരുന്നു. എന്നാലും ഞങ്ങൾ കൂട്ടിലക്കടവ് പാലത്തിന്റെ മുകളിൽ കൂടെ എത്തി. പക്ഷെ അവിടെയും പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. കുട്ടികൾ കൂടെ ഉണ്ടാവുകൊണ്ടേ പാലത്തിന്റെ മേലെ ഇറങ്ങി നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തൂടെ ഞങ്ങൾ ഒരു റൗണ്ട് അങ്ങോട്ടും ഒക്കെ വന്ന് വീണ്ടും മക്കളോട് ഞാൻ പറഞ്ഞു, ഇതാണ് മക്കളെ കൂട്ടിലക്കടവ് പാലം, ഇതിന്റെ അടിയിലൂടെ പോകുന്നതാണ് കൂട്ടിലക്കടവ് പാലത്തിലെ വെള്ളം എന്നും പറഞ്ഞിട്ട് അവരെ പറ്റിച്ച് ഓരോ പൊറാട്ടയും ബീഫും കഴിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നു. പുഴയിലിറങ്ങിയപ്പോൾ പുഴയിൽ പാലത്തുമ്മ ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് ആ സങ്കടം തീർക്കാൻ ഓരോ പൊറാട്ട ബീഫും. പാലത്തിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല പൊറാട്ടയും ബീഫും. ഒരാളൊന്നും ചാരി ആ ചുമ്മാ എന്താ തിന്നണ അവൾക്കും അങ്ങനെയുള്ളതൊക്കെ മതി. ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ചില്ലി കേട്ടോ. ബീഫ് ചില്ലി സൂപ്പറാണ് ഇവിടുത്തെ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും അവരെ കുറ്റി പൊട്ടിച്ചിട്ട് ഒരാളുടെ 100ഉം ഒരാളുടെ 60ഉം ഉണ്ട്. ഈ കാശുമായിട്ടാണ് ഇവര് കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളത്. ബില്ലൊക്കെ അവര് കൊടുത്തോളാന്നാ പറഞ്ഞത്. അഥവാ ഞാനത് വാങ്ങിച്ച് ബില്ല് കൊടുത്താൽ എനിക്ക് മരിക്കുന്നവരൊക്കെ അത് കടക്കാരനാവും. ഞാൻ എന്തിനാ വെറുതെ ബാക്കിക്ക് മുട്ടായും വേണമെന്ന്. തനു പറയാണ് തനുവിന്റെ 60 രൂപയും
യാശുവിന്റെ 100 റുപ്യുണ്ട്, സോറി മോനുവിന്റെ 100 റുപ്യുണ്ട്. എന്നിട്ട് തനു പറയണ ബാ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മുട്ടായി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞേ. 160 റുപ്യുണ്ട്. എന്നാലും ഞങ്ങള് എന്താ പറയാ കരിമ്പുഴ തെരുവ് കൂടെ തിരിച്ചങ്ങോട്ട് തന്നെ പോകണേ. വെള്ളമൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ വെറുതെ 2 പാലത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പോയി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയിട്ട് വെള്ളം കണ്ടോളാൻ പറഞ്ഞിട്ടോ. വെള്ളത്തേക്ക് ഇറങ്ങൽ ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ ഇപ്പൊ ഒരു 9 ആള് പോയിട്ട് അതിലൊരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ നമ്മള് എന്താ പറയാ അഹങ്കാരം കാണിക്കണമെന്നാ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അവിടുത്തെ ആൾക്കാര് പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത് ഇറങ്ങരുത് എന്നോ. അതൊന്നും എന്താ പറയാ മെയിൻ ചെയ്യാണ്ട് പോയിട്ട് ഇറങ്ങിയിട്ടാണ് ഇതുപോലെ ഓരോരോ ഇടങ്ങറുകൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ ഇവിടെ മൗലാനയിലും ഒരു 8 വയസ്സായ കുട്ടീനെ തോട്ടില് ഇറങ്ങിയതാണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മക്കളെ കൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഇറങ്ങി അതുപോലെ കയറിയെന്നല്ലാണ്ട് ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ഇത് വീടിന്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ എത്ര ചെറുതായാലും നമ്മുടെ മുട്ടിനൊപ്പം വെള്ളം മതി ഒരാൾ മരിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കളൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കുക നല്ലോണം. നമ്മുടെ വീടിന്റെ മുന്നിലുണ്ട് ഒരു ഫിഷ് പോണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വെള്ളം നിൽക്കുന്ന സ്ഥലം. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒഴിവാക്കുക. എന്താ പറയുക ദുരന്തങ്ങൾ വരുത്തി വെക്കാതിരിക്കുക. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.